ഹലോ, അപ്പോൾ വെൽക്കം ബാക്ക് ടു M2M വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഹെയർ പാക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ ഈ മുരിങ്ങയില ഇവിടെ നിന്നാണ് കിട്ടിയത് എന്നുള്ള കഥ ഞാൻ പറയാം കേട്ടോ. അത് നമ്മുടെ വീടിനടുത്ത് ഒരു മുരിങ്ങയുടെ മരത്തിൻ്റെ കൊമ്പ് വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ അവിടെ പോയി എടുത്തിട്ട് വന്നു. അപ്പോൾ മാത്രമല്ല, എനിക്ക് മുരിങ്ങ കറി വെച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അച്ഛൻ അങ്ങനെ എടുത്തിട്ട് വന്നതാണ് കേട്ടോ മുരിങ്ങയില. അപ്പോൾ ഞാൻ കുറച്ച് ക്ലീൻ ചെയ്തിട്ട് അമ്മയ്ക്ക് കറി വയ്ക്കാൻ വേണ്ടിയിട്ടും കൊടുത്തു, എനിക്ക് തലത്തേക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കും അമ്മയ്ക്കും ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഏട്ടന് വേണ്ടിയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്മ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്മാറി, കാരണം അമ്മയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞു. അമ്മ കഴിഞ്ഞ ദിവസം തല കഴുകിയതേ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതാണ് അമ്മയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഞാനും ഏട്ടനും കൂടെ തല തേച്ചായിരുന്നു കേട്ടോ. ഞാൻ ഓൾറെഡി മുരിങ്ങയില അരച്ച് കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഓർത്തത്. അപ്പോൾ ഇതൊരു കണ്ടൻറ് ആക്കിയ അടിപൊളിയല്ലേ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മുരിങ്ങയില നമ്മുടെ ഹെയറിന് നല്ലതാണെന്നുള്ള കാര്യം. പക്ഷേ എങ്കിലും അത് ഇൻടേക്ക് ചെയ്യാനാണെങ്കിലും ഹെയർ പാക്കൊക്കെ ആയിട്ട് യൂസ് ചെയ്യാനും അടിപൊളിയാണ്, എല്ലാവർക്കും അറിയാം. പക്ഷേ എങ്കിലും വെറുതെ വീഡിയോ എടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് അരച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഈ മുരിങ്ങയില നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അരിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. എനിക്ക് എന്ത് ഹെയർ പാക്കാണെങ്കിലും അരിച്ച് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. കാരണം നമുക്ക് മണിയോറമാണ്, സ്കാൽപ്പിന് മുടി വളരാനും അതാണ് സൂപ്പർ. അപ്പം ഞാനത് അരച്ചിട്ട് ഇങ്ങനെ വെള്ളപ്പരുവത്തിനാക്കി. അത്രയും വലിയൊരു ചെമ്പിൽ നമ്മൾ നിറച്ചു ഇല എടുത്തിട്ട് നമുക്ക് അരച്ച് കഴിഞ്ഞപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ. തലയിൽ കുറച്ച് എണ്ണ അപ്ലൈ ചെയ്തിട്ട് വേണം കേട്ടോ എന്ത് ഹെയർ പാക്കാണെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ആക്കിയിട്ടതിന് ശേഷം ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഹെയർ പാക്ക് മഴക്കാലത്ത്, ഇപ്പം എന്ന് പറഞ്ഞാൽ മഴക്കാലമല്ലേ, ഇടയ്ക്ക് ഒരു വെയിൽ വരും പിന്നെയും മഴ വരും, അങ്ങനെയുള്ള കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഹെയർ പാക്ക് എന്തായാലും ഹെയറിൽ ഒരു അരമണിക്കൂർ നേരം ഇട്ട് വയ്ക്കണം ഞാൻ പണ്ട് പറഞ്ഞിരുന്നു. പക്ഷേ മഴക്കാലത്ത് അത്രേൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം ഇപ്പോൾ പെട്ടെന്ന് മഴ പെയ്യും, ഹെയർ ചിലപ്പോൾ ഉണങ്ങണമെന്നില്ല. അപ്പോൾ ഉണങ്ങാതിരിക്കുമ്പോഴത്തേക്കും ഹെയറിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. മുടിക്കായൊക്കെ ഈ സീസണിലെല്ലാം ഉണ്ടാവുന്നത്. അപ്പോൾ അതിന് കുറേ നേരം വെച്ചുകൊണ്ടിരിക്കണം. ഞാനും കുറേ നേരം വെച്ചൊന്നുമില്ല കേട്ടോ. ഞാൻ ഹെയറിൽ ജസ്റ്റ് ഒന്ന് ഫുള്ളൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുളിക്കുന്ന സമയത്ത് കണ്ടീഷനൊക്കെ ഇട്ടിട്ട് ഒരു 2-3 സെക്കൻഡ് നമ്മൾ മുടി വയ്ക്കത്തില്ലേ, അതേപോലെ മാത്രമാണ് ഞാൻ ഈ ഒരു മുരിങ്ങയില പാക്കറ്റ് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അത്രയത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഹെയറിൽ കുറേ കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ട് നമ്മൾ 1 മണിക്കൂർ 2 മണിക്കൂർ വെച്ചുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല കേട്ടോ. കുറച്ച് നേരം വെച്ചതിന് ശേഷം കഴിക്കളയാം. അപ്പം ഞാൻ വീട്ടിലെ ചെടി കാണിച്ചു തരാം കേട്ടോ. ഇത് അച്ഛൻ്റെ ചെടിയാണ്, അച്ഛൻ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ അപ്പോൾ വെറുതെ ഇവിടെ നിന്നപ്പോഴത്തേക്കും കാണിച്ചു തരികയാണ് കേട്ടോ. ചെറിയൊരു മണി പ്ലാന്റ് വെച്ചാൽ അതിപ്പോൾ നമ്മൾ ഭിത്തിയിലൊക്കെ കയറിയിട്ട് ഭിത്തിയിലെ പോഷകങ്ങളൊക്കെ എടുത്ത് വലിയ ഓന പോലത്തെ ഇലയൊക്കെ ആയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മണി പ്ലാന്റ്. പണ്ട് മുതൽ അങ്ങനെ തന്നെയായിരുന്നു. ഞാനിപ്പം കല്യാണത്തിന് മുന്നാളിൽ എൻ്റെ വീട്ടിലുണ്ടായിരുന്നപ്പോഴാണെങ്കിൽ കൂടി ചെറിയ ബോട്ടിലിനകത്തൊക്കെ ഞാൻ മണി പ്ലാന്റ് ഒക്കെ വെച്ചായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഈ കാണുന്ന തുളയുള്ള ചെടിയില്ല, അതും ഒരു മണി പ്ലാന്റ് ആണ്. മണി പ്ലാന്റിൻ്റെ എന്തോ വെറൈറ്റി എന്തോ ആണ് എനിക്ക്. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ചെടികളുടെ ഒന്നും പേരറിയത്തില്ല. നമ്മളിപ്പോൾ പുറത്തെ ചെടികൾ വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് ഈ ചെടികളൊക്കെ നല്ല വില ഇട്ടിട്ട് വെച്ചിട്ടുണ്ടാവും കേട്ടോ. ഈ 10 പേരറിയില്ല. ഇത് ഞങ്ങൾ ഒറ്റപ്പാലത്തു നിന്ന് വാങ്ങിച്ചിട്ടുള്ള ചെടിയാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു മുള പോലത്തെ ചെടിയാണ് കേട്ടോ. ഇത് ആദ്യം ഒരു കമ്പ് വാങ്ങിച്ചുകൊണ്ട് വന്നത്, അത് പക്ഷേ പൊട്ടിപ്പോയി. പിന്നെ വളരത്തില്ലെന്നാണ് വിചാരിച്ചത്. വീണ്ടും അപ്പുറത്തൊരു തണ്ട് വളർന്നു, പിന്നെ അത് പോയി. പിന്നെ ഇപ്പോൾ വേറെ പുതിയൊരെണ്ണം വരുന്നുണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ചെടിയാണ് കേട്ടോ. വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അതാണ്. കാരണം ഒരു ഉണ്ട പോലെ ഉണ്ടാവും, നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം അച്ഛനും അമ്മയും കൂടി, അച്ഛനില്ലാത്ത സമയത്ത് അമ്മയില്ലാത്ത സമയത്ത് അച്ഛനൊക്കെ നനച്ച് വളർത്തുന്ന ചെടിയാണ് കേട്ടോ. പിന്നെ ഇത് എൻ്റെ മുരിങ്ങയില പാക്ക് ഇവിടെ ഇരിപ്പുണ്ട്. എനിക്കിനി ഇത് കഴിഞ്ഞിട്ട് വേണം തലയിലൊക്കെ തേച്ച് പിടിപ്പിച്ച് കുറേ നേരം ഒന്നും ഇരിക്കത്തില്ല, 2 സെക്കൻഡ്. അത് കഴിയുമ്പോൾ ഞാൻ കുളിക്കുന്ന സമയത്ത് ഒന്ന് തല തേച്ച് കുളിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.